നമസ്കാരം, ഞാൻ മൃണാൾ. ഇത് ഇറച്ചിക്കടയാണ്. ഇറച്ചിക്കട എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇറച്ചിക്കടയല്ല. So we bake a brioche bread in house. It's kept in fridge so that it stays firm. It's easier to cut. It's a cross between a milk bread and a brioche, and we will slice it now. അവരുടെ ഒരുപാട് ഡിഷസിൽ ഒന്നായ സാൻഡ്വിച്ചിന് ഉപയോഗിക്കുന്ന ബ്രെഡ് പോലും ഇങ്ങനെയൊക്കെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന അവർ ചിക്കനും ബീഫും ഒക്കെ എങ്ങനെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഇതാണ് നമ്മുടെ സ്മോക്കർ ഈ കാണുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ഓൾറെഡി ഇപ്പം ഫുഡ് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഫുഡ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ ചേമ്പറിൻ്റെ ഉള്ളിൽ. ഇതാണ് ഈ ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് സ്മോക്ക് ഫ്ലേവർ ബ്രിസ്ക്കറ്റിന് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ സ്മോക്കർ. ഇവിടെ കൂടെയാണ് സ്മോക്ക് ഔട്ട് വരുന്നത്. അതിവിടെ കാണാൻ പറ്റും ഈ സ്മോക്ക് പുറത്തോട്ട് വരുന്നത്. ഇത് നോർമൽ ഓഫ് ദ സ്മോക്കിനെക്കാട്ടും കുറച്ചും കൂടെ വ്യത്യസ്തമായ സ്മോക്കറാണ്. എഫിഷ്യൻസി കൂടുതൽ ഇതിൻ്റെ വുഡ് കൺസപ്ഷൻ അതാണ് കുറവാണ് കമ്പാരിറ്റീവ്ലി. കാണാൻ പാടില്ല. ഇതാണ് നമ്മുടെ ബ്രിസ്ക്കറ്റ്. ഇത് നമ്മൾ ഫുൾ ബീഫ് ചെയ്യുന്നത് ചക്ക വെച്ചിട്ടുണ്ട്. ചക്ക എന്ന പോർഷനാണ്. നന്നായി ബീഫിൻ്റെ കഴുത്തിൻ്റെ അടുത്ത് വരും. അതാണ് ഈ പോർഷൻ ചക്ക്. ഇതാണ് ബ്രിസ്ക്കറ്റ്. ഇത് കുറച്ച് ഫാറ്റ് കൂടിയ ബ്രിസ്ക്കറ്റ് ആണ്. ഇത് പ്രൈം ബ്രിസ്ക്കറ്റ് ആണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ഫാറ്റ് ആണ്. ട്രിമ്മിംഗ് ആണ് ഫസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ ട്രിമ്മിംഗ് നമുക്കൊരു 868 kg ബ്രിസ്ക്കറ്റ് കിട്ടിയാൽ ട്രിം ചെയ്ത് നമ്മളത് 2.5 kg കൊണ്ടുവരും. സ്മോക്ക് ചെയ്യുമ്പോൾ മുമ്പേ നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് മാരിനേറ്റില്ല, ജസ്റ്റ് സ്മോക്ക് ചെയ്യുന്ന തൊട്ട് മുമ്പേ സോൾട്ട് ആൻഡ് പെപ്പർ മാത്രം ഇടും. അപ്പോൾ ഇതിന് ആയി വരണമെങ്കിൽ ഒരു 10 hours എടുക്കും. സ്മോക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ 12 hours നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ടി വരും. So now the smoking is done, and what we're going to do is we're going to take the brisket out of the smoker and we'll wrap it, keep it again in the smoker to rest overnight, and we'll come back in the morning tomorrow and then take it and rest it in the warmer. The dark color on the brisket is the bark, and that is formed with the reaction of fat with salt and pepper. Every single granule, every single pore sort of takes and penetrates. The smoke is penetrated. The juices don't fall out. We will still monitor the temperature. This is to see the temperature of the smoker. This we will at an angle to monitor. ഇന്നലെ സ്മോക്ക് ചെയ്ത ബ്രിസ്ക്കറ്റ് ആണ്. നമ്മൾ ഫോയിൽ റാപ്പ് ചെയ്ത് വെച്ചേക്കാണ്. Every portion is 200 grams portion. Every single brisket is cut, sliced, and then portioned out per serving. And what we serve is a lean portion and the fat portion. This is potato salad. So we serve different side every week. So last week was coleslaw. I've not seen in vlogs as much. That's fine. It's not very popular. I feel this is very Texas style. Yeah. The tray and the color of the paper and this style. So you source all the beef and chicken from Kochi. Yes. When? സ്കിന്നോട് കൂടി ഇത് കഴിക്കാനുണ്ടല്ലോ. Minimum spices. Minimum. സ്കിന്നിൻ്റെ ടേസ്റ്റാണ്. ആക്ച്വലി ഞാൻ ബീഫിൽ ആദ്യം കഴിക്കണ്ട. ബീഫിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം. കിടിലൻ പിക്കിൾ. രണ്ട് കയ്യിൽ ഇതായി ഒരു സ്പൂൺ എടുത്ത് തരുമോ? തിക്കട്ടായിട്ടുള്ള ബ്രെഡ് മുരി വന്നുകൂടി. ഞാൻ കുറേ നാളെ ഇവിടെ വരണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നിട്ടുണ്ടാവില്ല. പിന്നെയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത് ഇതെന്തോ തിങ്കളും ചൊവ്വയും തുറക്കൂല. It was brilliant. ആക്ച്വലി ഇതിനകത്ത് പൊട്ടറ്റോ കടിക്കാം. ഒരുപാട് റിച്ച് ഒന്നുമല്ല, ഒരുപാട് ക്രീമിയാണ്. ഇറ്റ്സ് നൈസ്. ബീഫിൻ്റെ ഇടയിലുള്ള ഈ ഫാറ്റില്ലേ, ഇതിങ്ങനെ ഇതിനകത്തേക്ക് വന്നിട്ട് ആക്ച്വലി ഞാനിത് കണ്ടിട്ട് എനിക്കിത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സംഭവമായിട്ടല്ല തോന്നിയത്. ഈ പ്ലേറ്റിൻ്റെ കമ്പനിയുടെ വലിയൊരു പരസ്യമാണിത്. സെറാമിക് പ്ലേറ്റ് അല്ലേ? അതെ. ഇത് ഒരു സെക്കൻഡ് വരാം. ബീഫിൻ്റെ ഇടയിലുള്ള ഫാറ്റാണ്. അത് എത്രത്തോളം നന്നാവില്ല അത് തീരുമാനിക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരെണ്ണം എടുത്ത് കഴിക്കാം.
think it's better than the brisket. പിന്നെ മടക്കി വെക്കുന്നു. ലേശം പൊട്ടാറ്റോ സാലഡ്. അവർ പറഞ്ഞത് ശരിയാണ്. അതിൻ്റെ ഓണർ ഇപ്പോൾ പറഞ്ഞില്ലേ, ടെക്സസിലെ ഒരു സ്റ്റൈലാണ്. യെസ്, ഒരു ടെക്സസിൻ്റെ ഫീൽ ഉണ്ട്. പണ്ട് മുതലേ കൊച്ചിയിൽ ചിലർ കുടിൽ വ്യവസായം പോലെ ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ കയ്യിലൊന്നും ചിക്കൻ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ഓർക്കുന്നത്. ഇതിൽ കാര്യമായിട്ട് ഒരു സ്പൈസസും ഒന്നുമില്ല, ജസ്റ്റ് ബീഫും. സോറി, ഇപ്പോൾ വരാം. ഇത് മീറ്റാണ്, ഇത് ഫാറ്റാണ്. ഈ ഫാറ്റ് റെൻഡർ ചെയ്തിട്ടാണ് മീറ്റ് കുറേയും കൂടെ ഡെലീഷ്യസ് ആവുക. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഫാറ്റ് ഒരു സൈഡിലാണ്. ഇപ്പോൾ കണ്ടോ, അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഫാറ്റ് ഇവിടെയാണ്, ഇവിടെ. പക്ഷേ നമ്മൾ ജാപ്പനീസ് ബീഫിലൊക്കെ, അതായത് ഏറ്റവും വില കൂടിയ ബീഫ് എന്നൊക്കെ പറയില്ല, അതിങ്ങനെ ഫാറ്റ് ഇങ്ങനെ മാർബിൾ ചെയ്ത് കിടക്കും. അത് 7 മാർബിളിങ് വരെയുള്ള കട്ടുകളൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ ബീഫിൻ്റെ സംഭവങ്ങൾ കാണുമ്പോൾ അത് ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും സ്കോട്ടിഷ് ബീഫും അമേരിക്കനൊക്കെ ആയിരിക്കും. നമ്മുടെ നാട്ടിലെ ബീഫ് പോലെയല്ലത്. നമ്മുടെ നാട്ടിൽ നിന്ന് ബീഫ് സോഴ്സ് ചെയ്തിട്ട് ഇതൊരു കാര്യം ചെയ്ത് ഭയങ്കര പാടാം. അത് ഓൾ ഈസി. ഇതൊക്കെ കണ്ട, ഈ സ്കിന്ന് ഇതൊരു ബേക്ക് ചെയ്തെടുത്തതാണ്. സോ ഗുഡ്. പക്ഷെ അതൊന്നും കഴിച്ച് സമയങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. This is toasted with honey and butter. The saltiness of the brisket and the sweetness with the tomato goes really well. So that color and caramelization is only achieved with honey and butter. ബ്രെഡിനൊരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ട്. വെള്ള തക്കാളി ഭയങ്കര ക്രൂഷ്യൽ റോളാണ്. എനിക്ക് പേഴ്സണലി ഇത്രയും ഈ ഒരു സ്വീറ്റ്നെസ് ഉള്ള ബ്രെഡ് ഇഷ്ടമല്ല. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ബെറ്റർ ചീസ് അവർ ഉപയോഗിച്ചിരുന്നെങ്കിൽ, ബെറ്റർ ചീസ് എന്ന് പറഞ്ഞത് മോശം ചീസാണെന്നല്ല, അപ്പോൾ ദിസ് ഇസ് റിയലി ഗുഡ്. ഈ 2 കാര്യം കൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ കേരളത്തിൽ നിന്ന് കഴിച്ച ഏറ്റവും ബെസ്റ്റ് സാൻഡ്വിച്ച് എടുത്ത് മാറുന്നു. ഇപ്പോൾ തന്നെ ഇത് കേരളത്തിൽ നിന്ന് ഞാൻ കഴിച്ച ഏറ്റവും ബെസ്റ്റ് സാൻഡ്വിച്ച് ആയിരിക്കണം. കറക്റ്റ് അറിയാം എന്ത് വേണം എന്ത് വേണ്ടെന്ന്. ആ ഒണിയനും ആ ടൊമാറ്റോയും വേറെ ഒരു സാധനമില്ല എന്നിട്ട്. So this is chuck portion from the neck. It is smoked and Okay. finished off in the oven. So what happens is with chuck, we don't want to add a lot of smoke. The kind of wood that we use, we Yeah. have to be very careful in imparting a certain level of amount of smoke. So for us, balancing Okay. that was a challenge. So what would you use? We use Indian mesquite. Indian? Mesquite. Mesquite. Mesquite is a kind of a wood. So that's why it kind of keeps us apart from Steve and Joel, who are also doing briskets here. എന്നെ ആക്രമണം കണ്ടിട്ടാന്ന് തോന്നുന്നു. ഇതവർ കൊണ്ടു തന്നതാണ്, നമ്മൾ ഓർഡർ ചെയ്തതല്ല. നല്ല സ്മോക്കി ടേസ്റ്റ് ഉണ്ട്. ദിസ് ഇസ് നമ്പർ 1 ഫോർ മീ. നോ, ദിസ് ഇസ് നമ്പർ 1 ഫോർ മീ. ദിസ് ഇസ് നമ്പർ 2. ഡെഫിനറ്റ്ലി ഐ ലവ് ദിസ്. പിന്നെ ഇവിടെ എന്തൊരു കിടിലം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. പക്ഷേ ഇന്ന് എനിക്ക് കഴിക്കുന്നത് ശരിയല്ല, കാരണം അതിന് മാത്രം കഴിച്ച് കഴിഞ്ഞു. അതും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ് ആയി പോകും. അങ്ങനെ കംപ്ലീറ്റ് ആവാൻ പാടില്ലല്ലോ, എവിടെയെങ്കിലും ഒരു അർദ്ധവിരാമം വേണ്ടേ. ബ്രെഡ് ടോസ്റ്റ് ചെയ്ത രീതി, ആഡ് ചെയ്തിട്ടുള്ള ബട്ടർ, ഇവൻ ബ്രെഡിൻ്റെ മുകളിലുള്ള ജസ്റ്റ് ആ ഒണിയനും ആ തക്കാളിയും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ബ്രില്യൻറ്റ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്രൗൺ പ്ലാസയുടെ ജിമ്മ കാണാം. ഒരാൾ കഴിക്കുന്ന കാലറി വേറൊരാൾക്ക് വർക്കൗട്ട് ചെയ്ത് കളയാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അല്ലേ.